ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആകെ മുട്ട മാത്രം മതി. ഞാനിവിടെ 3 മുട്ട എടുത്തിരുന്നു. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് രണ്ടിലേക്കും ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വെറുതെ ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിവിടെ ഇത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പം അതിലേക്ക് ഒരു അല്പം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആദ്യം നമ്മൾ മുട്ടയുടെ മഞ്ഞ മാത്രം ബീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചേർത്ത പാടെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ കറക്റ്റായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഫ്രൈ പാനിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്ന ഒരു പരുവത്തിൽ നമുക്കിതിന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഒരു ഇതിലേക്ക് ഒന്നെങ്കിൽ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലേക്കോ വെച്ച് കൊടുക്കുക മുട്ട. ഇനി ഇതുപോലെ ഒരു കത്തി കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മുട്ട ഇങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തതിൽ നിന്ന് ഒന്നിടെ വെട്ടുള്ള പാർട്ട് നമുക്ക് മാറ്റാം. അത് നമുക്ക് സെപ്പറേറ്റ് വേറെ ഒരെണ്ണം ചെയ്യാനായിട്ട് എടുക്കാം. നേരത്തെ യൂസ് ചെയ്ത ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഉണ്ടാവും. എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്വല്പം എണ്ണയൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന സ്ലൈസസ് ഒരിത്തിരി അകലത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞക്കരു നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളം മാത്രം ഇത് ഒരല്പം ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് അറിയാനായിട്ട് പറ്റും മുട്ട നന്നായിട്ട് വെന്തതിന് ശേഷം ഈ പാനിൽ നിന്ന് ഇങ്ങനെ മുട്ടയുടെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട്. ആ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം കുരുമുളക് പൊടി വിതറിയിട്ട് അതേപടി സെർവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാനിവിടെ ഇതിനകത്തേക്ക് കുറച്ച് ഫില്ലിങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ എന്താ പറയുക, മിച്ചമുള്ള കറിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവില്ല, അതായത് ഡ്രൈ ആയിട്ടുള്ള കറികളുണ്ടെങ്കിലും അതാണെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ പാസ്ത ഉണ്ടാക്കിയതിൻ്റെ മിക്സിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ആ കാണാനായിട്ട് ഭംഗിയുള്ള ആ ഭാഗം പുറമേ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ മിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ മിക്സോ ഒക്കെ വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റൈസ് ആണെങ്കിലും വെച്ച് കൊടുക്കാം. ഫ്രൈഡ് റൈസൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ കറിയൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന റൈസൊക്കെ ഉണ്ടാവില്ലേ, ചുമ്മാ ഇങ്ങനെ മിച്ചമുള്ള കറിയുടെ ഗ്രേവിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചോറിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പതിയെ റോൾ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എളുപ്പമായിട്ടുള്ള വെറൈറ്റി ഒരു ഡിഷ് റെഡി ആയില്ലേ. മുട്ട മാത്രം മതി ആകെ ഇത് തയ്യാറാക്കാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ചോറ് മാത്രം വെച്ച് കൊടുത്താലും മതി. ചോറ് ജസ്റ്റ് ഒരു ഇത്തിരി മീൻ കറിയോ അല്ലെങ്കിൽ ഇറച്ചിയുടെ ഗ്രേവിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി കഴിച്ചിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത തവണ മുട്ടയൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.